ഫ്രണ്ട്സേ, അങ്ങനെ ബിഗ് ബോസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അടിയും ഇടിയും വഴക്കും വക്കാണൊക്കെ ഇനി കൂടാനിരിക്കുന്നുള്ളൂ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അടി ഇടി ഇല്ലാത്ത ബിഗ് ബോസ് കാണാനായിട്ട് ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തവണത്തെ 7ാം സീസൺ ബിഗ് ബോസിൽ വന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ജിസേൽ തക്രാളിനെ കുറിച്ചാണ്. എന്താണപ്പോ ജിസേലിനെ കുറിച്ച് ഇത്ര പറയാനുണ്ടെന്നേ. 1996 ജിസേൽ ജനിച്ചത്. ജിസേൽ തക്രാൾ എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. ജിസേൽ തക്രാൾ, വെറൈറ്റി പേരല്ലേ. അപ്പൊ നമ്മുടെ ജിസേൽ തക്രാളിന്റെ അമ്മ മലയാളിയാണ് കേട്ടോ. മലയാളിയാണ് അമ്മ, പിതാവ് പഞ്ചാബിയാണ്. ജിസേൽ തക്രാൾ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിംഗ് രംഗത്ത് ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ജിസേൽ തക്രാൾ എന്ന 1996 ജനിച്ച മികവുള്ള ഇന്ത്യയുടെ മികവുള്ള താരം തന്നെയാണ് ജിസേൽ തക്രാൾ. വെറും മോഡലിംഗ് അല്ല, പാരീസ് വീക്ക്, ലണ്ടൻ ഫാഷൻ, അതുപോലെ തന്നെ മിലാൻ ഫാഷൻ, മോഡലിംഗ് രംഗത്ത് മാത്രമല്ല 1-2 ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 2015 ആ വർഷത്തില് ബിഗ് ബോസ് സീസൺ 9 ബിഗ് ബോസ് സീസൺ 9 ഹിന്ദി പതിപ്പില് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ജിസേൽ തക്രാൾ. അപ്പൊ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള താരം കൂടിയാണ് ജിസേൽ തക്രാൾ. ആ സീസൺ, അതായത് 9ാം സീസൺ ഹിന്ദി പതിപ്പിൽ വന്ന ജിസേല് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് കടന്നു വന്നത്. അന്ന് നോറ ഫത്തേഹിയൊക്കെ ഉണ്ടായിരുന്നു. ഏത് ബിഗ് ബോസിൽ? നോറ ഫത്തേഹിനെ അറിയില്ലേ? ബിഗ് ബോസിൽ വന്ന നോറ ഫത്തേഹി പിന്നീട് ഹിന്ദി സിനിമാ രംഗത്ത് അടിപൊളിയായിട്ട് ഓരോ വേഷങ്ങൾ ചെയ്ത് കത്തി കയറി അങ്ങോട്ട് പോയി. പക്ഷെ ആ സീസണിലുണ്ടല്ലോ, ഈ ഹിന്ദി പതിപ്പിലെ 2015 ആ 9ാം സീസണിൽ പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കൊന്നും ജയിക്കാൻ സാധിച്ചില്ല കേട്ടോ. പ്രിൻസ് നറൂല എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരം, ആക്ടറും മോഡലായിട്ടുള്ളൊരു താരമാണ് അന്ന് വിജയായിട്ട് മാറിയത്. ഈ 2015 ഹിന്ദി പതിപ്പിൽ ആ സീസണിൽ വിജയിയായി മാറിയത്. ഞാൻ വിചാരിച്ചത് ജിസേൽ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് മലയാളം അറിയില്ല എന്നായിരുന്നു. പക്ഷെ നല്ലതുപോലെ മലയാളം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്ന മത്സരാർത്ഥികളിൽ എനിക്കൊരു മികവായിട്ട് ഈ പെൺകുട്ടിയെ തോന്നിയിട്ട. കാരണം ആ പെൺകുട്ടി മറ്റുള്ളവരോട് സംസാരിക്കുന്നതും പെരുമാറുന്ന രീതികളൊക്കെ വളരെ സാധാരണക്കാരി ആയിട്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ ലണ്ടനിൽ പോയി ഫാഷൻ പരേഡിൽ പങ്കെടുത്ത ആളാണ്, മിലാനിൽ പോയി അവാർഡ് മേടിച്ചിട്ടുണ്ട്, 14ാം വയസ്സിൽ എനിക്ക് മിസ് രാജസ്ഥാൻ പട്ടം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞ വീരവാദം ഒന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും അങ്ങനെയൊന്നും കേട്ടില്ല. അടിപൊളിയായിട്ടാണ് നിലനിന്ന് പോകുന്നത്. പക്ഷെ മോഡലാണ്, അത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു മോഡല് ആ മോഡലിംഗിൽ വന്ന കാലം മുതൽക്ക് ഇന്ന് നിലനിൽക്കുന്ന കാലം വരെയുള്ള ആ സമയം വരെയൊക്കെ അവർ മോഡലിംഗ് രംഗമാണ് അവരുടെ ലൈഫ് മുഴുവനും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസണിലേക്ക് ഈ പെൺകുട്ടിയെ എടുത്തിട്ടുള്ളതും. അപ്പൊ അവർ അത്തരത്തിലുള്ള വേഷങ്ങളാണ് എപ്പോഴും ധരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചു വരുന്നത് കുഴപ്പമാണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ച വെക്കുന്നവർ അനവധി ഉണ്ട്. അവർ മനസ്സിലാക്കണം, ഈ പെൺകുട്ടി മോഡലാണ്. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെയും പോവുകയൊക്കെ ചെയ്യുന്ന ലെവലല്ല. ഇവരൊക്കെ വിദേശ നാടുകളിൽ പോയി മോഡലിംഗ് രംഗത്തൊക്കെ മത്സരിച്ച് അവാർഡുകളും ക്യാഷ് പ്രൈസൊക്കെ നിറയെ നേടിയിട്ടുള്ള താരമാണ്. കിം കർദാഷിയാൻ എന്ന് കേട്ടിട്ടുണ്ടോ? അടിപൊളി മോഡലാണ്, സിനിമാ നടിയൊക്കെയാണ്. അവരുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ജിസേൽ തക്രാൾ. ജിസേൽ തക്രാൾ തന്നെ ചെയ്യണമെന്നല്ല, ഇത് മാഗസിൻസുകൾ പുറത്തുവിട്ട റിപ്പോർട്ടാണ്, വാർത്തകളാണ്. അതേപോലെ തന്നെ ശരീരഘടനയും ഉയരവും എല്ലാം ക്രമീകരിച്ച് കൊണ്ടുപോവുകയും സൗന്ദര്യത്തിന് ഒരു കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന മികവുള്ള ഒരു താരമാണ് ജിസേൽ. ഞാൻ ജിസേലിനെ പൊക്കിയടിച്ച് പറയുന്നതല്ല, ഇതൊക്കെ മാഗസിൻസുകളിലൂടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ജിസേലിനെ കുറിച്ച് ഈ അടുത്ത ദിവസം ഷാനവാസ് എന്ന് പറഞ്ഞ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥി, സീരിയലിലൊക്കെ കണ്ടല്ലേ ഷാനവാസ്, അദ്ദേഹം പറഞ്ഞു ജിസേലിന്റെ വസ്ത്രധാരണം കേരള സംസ്കാരത്തോട് യോജിച്ചതല്ല എന്ന് പറഞ്ഞു. ഒരാളുടെ വസ്ത്രരീതി, വസ്ത്രധാരണം ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട്, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യം മാത്രമാണ്, കാരണം മാത്രമാണ്. ഞാനിപ്പോൾ ഒരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടത്തിനനുസരിച്ച് ധരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന അയാളുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ദുർബോധ ചിന്തകളാണ്. അതൊന്നും കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, അതാണ് കേരള സംസ്കാരത്തിന് യോജിക്കാത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളുടെ വസ്ത്രം നോക്കിയിട്ട് അയ്യേ ഇട്ടിരിക്കുന്ന വേഷം കണ്ടില്ലേ, അപ്പൊ ഷാനവാസ് ഉദ്ദേശിക്കുന്ന ഏത് വേഷമാണ്? പർദ്ദയാണോ? അത് നൈറ്റിയാണോ? ഫുൾ ടൈം നൈറ്റി ഇട്ടുകൊണ്ട് ആ പെൺകുട്ടി ഈ റിയാലിറ്റി ഷോയിലെ ഓരോ നാളുകളും ദിവസങ്ങളും ഇങ്ങനെ കഴിച്ചു കൂട്ടി പോകണം എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും വൃത്തിയായിട്ട് നല്ല കുളിച്ച് വേഷമൊക്കെ മാറി നടക്കുന്നത് വിയർപ്പ് മണം പരക്കുന്ന വേഷമായിട്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അവരൊരു മോഡലാണ്. അപ്പൊ അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ഒരാളാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഫുൾ ടൈം സാരി ഉടുത്ത് നൈറ്റി അണിഞ്ഞ് അല്ലെങ്കിൽ പർദ്ദയൊക്കെ അണിഞ്ഞ് നടക്കണോ ഷാനവാസേ? അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഞാൻ അവർക്ക്
വോട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ. അതൊക്കെ പൊട്ടത്തരം, പൊട്ടക്കിണറ്റിലെ തവളയെ പോലുള്ള വർത്തമാനമാണത്. അതൊക്കെ മാറ്റി വെക്ക് മനുഷ്യ. അങ്ങനെയൊക്കെ സംസാരിക്കില്ല. അതിൻ്റെയൊക്കെ കാലം കടന്നുപോയി. അതൊക്കെ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആളുകൾ അംഗീകരിച്ചാണ്. ഷാനവാസിന് മറുപടി കൊടുക്കാനായിട്ട് ജിസേൽ മുതിർന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിനെയും, ഇപ്പം ഒരു ആണ് ഒരു വസ്ത്രം ധരിച്ചാലും ഒരു പെൺകുട്ടി ഒരു വസ്ത്രം ധരിച്ചാലും ഒന്നും അത് നോക്കി ആ വസ്ത്ര രീതി ശരിയല്ല, ആ വസ്ത്ര രീതി കൊള്ളില്ല, അത് കേരളത്തിന് യോജിച്ചതല്ല, കേരളത്തിന് ഇന്ന വസ്ത്രമാണ് യോജിച്ച രീതി എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പൊട്ടത്തരമാണ്. ഷാനവാസ് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ജിസേല് ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ ഞാനൊരു ഗുണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു. അതായത് ഗുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ എതിർ പദമായിട്ടാണ് അവർ ഗുണ്ടി എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഞാനൊരു ഗുണ്ടയുണ്ട, എൻ്റെ അടുത്ത് ആരും കളിക്കണ്ട, ആ ഒരു രീതിയാണ് അവർ സംസാരിച്ചത്. ഞാനൊരു ഗുണ്ടിയാണ്, എന്നോട് ആരും കളിക്കണ്ട, എനിക്കും അറിയാം മലയാളം, ഞാൻ മലയാളം പറഞ്ഞ് എന്നെ അടിച്ചു കയറി ഇവിടെ നിൽക്കും, നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യും, ആ രീതിയാണ് ആ പെൺകുട്ടി സംസാരിച്ചത്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഓ ഗുണ്ടീന്ന് പറഞ്ഞു, അയ്യോ ഗുണ്ടീന്ന് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു. എന്തോ ആടത്, എന്തുവാ അത്? ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞെങ്കിൽ ആ പെൺകുട്ടി ഒന്ന് മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ അച്ഛൻ പഞ്ചാബിയാണ്. ആ പെൺകുട്ടി വിദേശ നാടുകളിലൊക്കെ പോയി പഠിച്ചതും മോഡലിംഗ് രംഗത്തൊക്കെ നിലനിന്ന ആളാണ്. എന്നിട്ട് മലയാളം പറയാൻ ശ്രമിക്കുകയും മലയാളം പറഞ്ഞ് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ വായിൽ നിന്നും ഗുണ്ടി എന്നൊരു വാക്ക് അവിടെ വന്നു വീണു. അയ്യോ ഗുണ്ടി എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഇവരൊക്കെ അത് കുണ്ടിയാക്കി മാറ്റി. എന്തോ അടത്, കുണ്ടി ആയാലും എന്ത്, ആ വാക്കാനെ പറഞ്ഞോർത്തിപ്പോ എന്താ കുഴപ്പം? അപ്പൊ ഓരോ ഊള ചിരിയൊക്കെ ചിരിച്ച് എനിക്കത് വലിയ ചിരിയായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അവരങ്ങനെ പറഞ്ഞു. അതിപ്പോ ഭയങ്കര റീൽസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്ത് പറയാണ്, അങ്ങനെ അതിനൊരു കളിയാക്കലാക്കി മാറ്റി ഉള്ള രീതിയൊക്കെയാണ് ഈ ബിഗ് ബോസിലെ ഓരോരോ പൊട്ടത്തരങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അനുമോള് ഈ ജിസേലിനെ അങ്ങനെ മുറ്റമല്ല അകമൊക്കെ തൂക്കാനായിട്ട് ചൂലെടുത്ത് പഠിപ്പിക്കുന്നത് കണ്ടു. അതിൽ അനുമോള് പറയുന്നത് നിന്നുകൊണ്ട് ഇങ്ങനെ പതുക്കെ അങ്ങനെ അടിച്ചാലൊന്നും ഇപ്പൊ ഒരു കാർപ്പറ്റിന്റെ മുകളിൽ കിടക്കണ പൊടിയൊന്നും പോവില്ല അനുമോളെ, നന്നായിട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ച് ആ ജിസേല് കാണിച്ചതുപോലെ ഇരുന്ന് തന്നെ ശരിക്കും അടിച്ചാലാണ് പൊടി ശരിക്കും പോകുള്ളൂ. അല്ലാണ്ട് വെറുതെ ചുമ്മാ തൂത്തെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പൊടിയും പോകില്ല, അവിടെ എന്തെങ്കിലും ചെറിയ കല്ലും കട്ടയൊക്കെ കിടക്കണമെങ്കിൽ അതുപോലും പോവില്ല. അപ്പൊ അത് ജിസേല് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറിയില്ലെങ്കിൽ അനുമോളെ ഞാൻ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അതെന്ന് വെച്ചാല് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കുറ്റമാക്കാത്ത രീതിയിൽ നിസ്സാരമായിട്ട് തന്നെ അത് കേട്ട് അതിനനുസരിച്ച് ഉചിതമായ മറുപടികൾ പറഞ്ഞാണ് ജിസേൽ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിസേലിന്റെ ആ പെരുമാറ്റം ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കമന്റുകളിലൂടെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഓരോരോ ഡയലോഗുകൾ അടിച്ച് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ടെക്നിക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ജിസേൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അവരുടെ മുന്നിൽ ഒരു എതിരാളി വന്നിട്ട് ഇങ്ങനെ ക്രീ എന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി കൊടുത്ത് തന്നെ ആ പെൺകുട്ടിയോട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായമാണ്. അപ്പൊ ജിസേൽ മികവോടുകൂടി ഈ ബിഗ് ബോസ് സീസണിൽ നിലനിന്ന് പോകുന്നുണ്ട്. 2015 ബിഗ് ബോസിൽ വന്ന അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ മലയാളം സീസണിൽ ചുമ്മാതെ അല്ല ഈ പെൺകുട്ടി വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നല്ലതുപോലെ വിജയിച്ച് അടിപൊളിയായി മാറട്ടെ ഇത് ആശംസിക്കുന്നു. വസ്ത്രധാരണ രീതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം വിളിച്ച് ഇനിയും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പൊട്ടത്തര കാര്യങ്ങളൊക്കെ പറയായിരിക്കും. അപ്പൊ ഇത് നോക്കി ഒരു മോഡൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ മോഡൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ ഇങ്ങനെ ഉന്നം വെച്ച് നോക്കിയിരുന്നു, അയ്യോ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ ഉണ്ടല്ലോ, ആ പൊട്ടത്തരങ്ങൾ മാറ്റി വയ്ക്കൂ. നല്ല ക്ലിയർ ആയിട്ട് കളിക്കൂ. ബിഗ് ബോസിൽ വിജയിക്കാൻ സാധ്യതയുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകൂ. നിങ്ങൾ വിജയിക്കും, അത് മാത്രം ശ്രദ്ധിക്കൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ.